കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ അതിൻ്റെ വിലയിരുത്തലുകൾ കേരളത്തിന് എത്രത്തോളം വിഹിതം കിട്ടി, എത്ര വലിയ നിരാശ ഉണ്ടായിരിക്കുന്ന സാഹചര്യം, അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം കടക്കാൻ പോകുന്നത്. NDA ഘടകകക്ഷികൾ ഭരിക്കുന്ന ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരിക്കൊടുത്ത മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ബീഹാറിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ടൂറിസം വികസനത്തിനുമായി കോടികളുടെ പദ്ധതികളാണ് ബജറ്റിലുള്ളത്. ആന്ധ്ര തലസ്ഥാന നഗര വികസനത്തിന് 15,000 കോടി രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. The states in the eastern part of the country are rich in endowments and have strong cultural traditions. We will formulate a plan, Purvodaya, for the all-round development of the eastern region of the country, covering Bihar, Jharkhand, West Bengal, Odisha, and Andhra Pradesh. യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി തൊഴിൽ നൈപുണ്യ വികസനവും ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കുള്ള പ്രോത്സാഹനവുമാണ് ബജറ്റിലെ മറ്റ് സവിശേഷതകൾ. ക്രിസ്റ്റീന ചെറിയാനും ആർ രാധാകൃഷ്ണനും വിവരങ്ങളുമായി ചേരും. ആദ്യം ക്രിസ്റ്റീന ചെറിയാനിലേക്കാണ്. ക്രിസ്റ്റീന, കേരളം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു, പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശയാണ്. ഈ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട്, പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതുമാത്രമല്ല, സുപ്രീം കോടതിയിൽ വരെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേരളം പോയതൊക്കെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിന് ഒരു നിരാശയുണ്ടായിരിക്കുന്നു എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. അതേത് തരത്തിലാണ്? ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളെ എങ്ങനെ കാണണം ക്രിസ്റ്റീന? വിജിത, ഇത് നമുക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന് നിരാശ, കേരള സ്പെസിഫിക് അല്ലെങ്കിൽ കേരളത്തിന്റെ പേരെടുത്തു പറഞ്ഞ പ്രഖ്യാപനങ്ങളില്ല. രണ്ട് കേന്ദ്രമന്ത്രിമാരിൽ മാത്രം കേരളത്തിനുള്ള ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഒതുങ്ങി നിൽക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം. പക്ഷേ ഈ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടല്ലാതെ പ്രഖ്യാപിച്ച നിരവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഭാഗമാകാൻ കേരളത്തിലെ ആൾക്കാർക്കും സഹായിക്കും. അതേപോലെ തന്നെ ഈ സംസ്ഥാനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ദീർഘകാല പലിശരഹിത വായ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വായ്പ ചിലപ്പോൾ കേരളത്തിന് ലഭ്യമായേക്കും. യുവാക്കൾക്കായിട്ട്, വിദ്യാർത്ഥികൾക്കായിട്ട്, വനിതകൾക്കായിട്ടൊക്കെ നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്നുള്ള ആ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അത് കരസ്ഥമാക്കാനാകും. സ്റ്റാർട്ടപ്പുകൾക്ക് ഏഞ്ചൽ ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിഭാഗത്തിൽ കേരളത്തിൽ നിന്ന് ആര് നിക്ഷേപം നടത്തിയാലും ഒരു സ്റ്റാർട്ടപ്പ് സംരംഭകന് നികുതിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ യുവാക്കൾക്ക് ആ ആനുകൂല്യം ലഭിക്കും. ആദ്യമായി ജോലിയിൽ കയറുന്ന യുവാക്കൾക്ക് ഒരു മാസത്തെ ശമ്പളം, EPFOയിൽ എൻറോൾ ചെയ്യുന്നവർക്ക് ഒരു മാസത്തെ ശമ്പളം കൊടുക്കും. അത് EPFO എൻറോൾമെന്റ് എന്നൊരു രീതിയിലായിരിക്കും കൊടുക്കുന്നത്. 15,000 രൂപ വരെ ഈ തുക, അത് 3 തവണയായിട്ട് നേരിട്ട് അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് കൊടുക്കുക. ഇത് 1 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള എല്ലാവർക്കും, അതിൽ യാതൊരു ഡിസ്ക്രിമിനേഷനുമില്ല, ആദ്യ മാസത്തെ ശമ്പളം കൊടുക്കും. ഒരു കണ്ടീഷനേ ഉള്ളൂ, അവർ EPFOയിൽ എൻറോൾ ചെയ്യണം. അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് അറിഞ്ഞതിന് ശേഷം ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികൾ ഓഹരി വിപണിയിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 1.52 ലക്ഷം കോടിയിൽ ഏതെങ്കിലും പ്രഖ്യാപനം, ഏതെങ്കിലും ഭാഗം കേരളത്തിന് അതിൻ്റെ ഒരു വിഹിതം ഉണ്ടാകുമോ എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. വനിതകൾക്ക് വേണ്ടി തൊഴിൽ പങ്കാളിത്തത്തിൽ വനിതകളുടെ എണ്ണം കൂട്ടുക എന്ന നിലയ്ക്ക് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വനിതകളുടെ തൊഴിൽ പങ്കാളിത്തം കൂട്ടുക എന്നതുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകളുടെ എണ്ണം കൂട്ടുന്നുണ്ട്. ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ വരും എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ക്രഷുകളുടെ എണ്ണം, അതായത് യുവതികളായ അമ്മമാർക്ക് ചെറിയ കുഞ്ഞുങ്ങളെ വീട്ടിൽ നിർത്തിയിട്ട് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി ക്രഷുകൾ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റേറ്റ് സ്പെസിഫിക് അല്ലാത്ത പല പ്രഖ്യാപനങ്ങളുമുണ്ട്. അപ്പോൾ അത്തരം പ്രഖ്യാപനങ്ങൾ കേരളത്തിലുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുത്താം എന്ന രീതിയിലും നമുക്ക് ഈ ബജറ്റിനെ കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ 500 വലിയ കമ്പനികളിൽ യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അതിനായി 5,000 രൂപ പ്രതിമാസ സ്റ്റൈപ്പൻഡ് എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ഇതിൽ ഒരു 10% ഈ കമ്പനികൾ വഹിക്കണം. ചെറിയാൻ തുടരുക. പൊതുവായ പ്രഖ്യാപനങ്ങളുടെ ആനുകൂല്യങ്ങൾ കേരളത്തിനും ലഭ്യമാകും എന്നതിനപ്പുറത്തേക്ക് കേരളം മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളോ കേരളത്തെ പരാമർശിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് പ്രധാനമാണ്.